എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ജിൻസി. ഇന്ന് ഞാൻ ആൻറ്റിബയോട്ടിക്കിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ ആൻറ്റിബയോട്ടിക്കിനെ പറ്റി നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്ന കുറച്ച് സത്യങ്ങളും കുറച്ച് മിഥ്യകളും. അപ്പം പിന്നെ നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യം വരുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാമെന്നോർത്ത്. അപ്പം ആദ്യമേ തന്നെ പറയട്ടെ, നമ്മളിവിടെ UK-ൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ആൻറ്റിബയോട്ടിക് കിട്ടാനായിട്ട്. നമ്മളിപ്പോൾ ഒരു പനിയോ ചുമയോ ഒക്കെ ആയിട്ട് നമ്മൾ GP-നെ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്നൊന്നും നമുക്ക് ആൻറ്റിബയോട്ടിക് തരത്തില്ലല്ലോ. ചിലപ്പോൾ നമ്മളോട് പറയാറില്ലേ, ഇത് വൈറൽ ഇൻഫെക്ഷനാണ്, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല എന്നേ. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് വർക്ക് ചെയ്യുമോ? ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷന് നമ്മൾക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ആൻറ്റിബയോട്ടിക് അതിനോട് പ്രതികരിക്കത്തില്ല കേട്ടോ. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ, സപ്പോസ് നമുക്കൊരു പനി അല്ലെങ്കിൽ ചുമ, മൂക്കൊലിപ്പ്, ഇതൊക്കെ വരുമ്പോഴത്തേക്കിന് നമ്മൾ മലയാളികൾ എങ്ങനെയാണ് സാധാരണ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കും അല്ലേ? ഇപ്പം മലയാളികൾ മാത്രമല്ല, എല്ലാ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് കോൾസ് ഇങ്ങനെ വരാറുണ്ട്. ഇപ്പം എനിക്ക് 2 ദിവസമായിട്ട് പനിയാണ്, അല്ലെങ്കിൽ എനിക്ക് ചുമയാണ്, എനിക്ക് ആൻറ്റിബയോട്ടിക് വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളതിനെ ഡിസ്കറേജ് ചെയ്യാറുണ്ട്, ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട്. ചിലരൊക്കെ അത് കേട്ടിട്ട് സന്തോഷമായിട്ട് പോകും, ചിലർക്കൊക്കെ ദേഷ്യമാണ് എന്തുകൊണ്ട് എനിക്ക് ആൻറ്റിബയോട്ടിക് തരുന്നില്ല എന്നും ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ വൈറൽ ഇൻഫെക്ഷന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾക്ക് എങ്ങനെ അറിയാം നമുക്ക് വൈറൽ ഇൻഫെക്ഷൻ ആണോ അതോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത്? അത് നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അപ്പം പിന്നെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിനും കുറേ ആൻറ്റിബയോട്ടിക്സ് ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ, എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ പറയുന്നത്, മിക്കവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ചെറിയ പനിയോ അല്ലെങ്കിൽ ചുമയോ ഒക്കെ വരുമ്പോൾ ഉടനെ അങ്ങോട്ട് ആൻറ്റിബയോട്ടിക് എടുക്കും. ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 7 ദിവസമൊക്കെ ആൻറ്റിബയോട്ടിക് എടുക്കും. പക്ഷേ അത് നമ്മൾക്കത് അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നമ്മൾ എടുക്കുന്നത് കൊണ്ട്? അതായത് ബാക്ടീരിയൽ അല്ലാത്ത സമയത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഒരു ബെനിഫിറ്റും ഇല്ല. ഇത് നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് കുറച്ച് നഷ്ടമാകുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അതിനകത്തുനിന്ന് ഒരു പ്രയോജനവും കിട്ടുകയില്ല. ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന ആൻറ്റിബയോട്ടിക്, ഇപ്പോൾ സപ്പോസ് വൈറൽ ഇൻഫെക്ഷൻ നമ്മൾ എടുക്കുന്ന ആൻറ്റിബയോട്ടിക്, അത് എന്താ പറയുക, നമ്മുടെ പ്രതിരോധ ശക്തിയെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്കൊരു റിയൽ സിറ്റുവേഷനിൽ, അതായത് നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മൾക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട സാഹചര്യം വരുമ്പം നമ്മൾ ഈ ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ എന്താ പറയുക, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക്കിനോട് പ്രതികരിക്കാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനുമാണ് നമ്മൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സമയം എടുക്കുന്നത്. ഇപ്പം ആൻറ്റിബയോട്ടിക് എന്താ പറയുന്നത്, ഒരു ജീവൻ രക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം അത് ടാബ്ലറ്റ്സ് ഉണ്ട്, ക്യാപ്സൂൾ ഉണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്. പക്ഷെ അത് ശരിയായ സമയത്തും ശരിയായ രീതിയിൽ ശരിയായ ടാബ്ലറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിപ്പം നാട്ടിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു അമോക്സിസിലിൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. അത് നമ്മൾക്ക് തരുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അപ്പോൾ അത് ബേസ് ലൈനും കൂടിയാണ്. നമ്മൾക്കിപ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷന് വരും, അതെടുക്കാം. നമുക്ക് ചില സമയത്ത് നമുക്ക് യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴത്തേക്കിനും അത് മറ്റുള്ള ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും അലർജിക്കോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് തരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ബ്രോഡ് സ്പെക്ട്രമാണ് ഈ അമോക്സിസിലിൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ശരിയായ രീതിയിൽ നമ്മൾ ഡോക്ടറെ കണ്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചിലർ വിളിക്കാറുണ്ട് ഞങ്ങൾക്ക്, ഇപ്പം ഞാൻ ആൻറ്റിബയോട്ടിക് 2 ദിവസം എടുത്തപ്പോൾ എനിക്ക് ബെറ്ററായി, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സിംറ്റംസ് ഒക്കെ വന്നതെന്നും പറഞ്ഞിട്ട്. അപ്പം അത് നമ്മൾക്ക് ഡോക്ടർ ഒരു 5 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 7 ഡേയ്സോ അല്ലെങ്കിൽ 3 ഡേയ്സോ നമ്മൾക്ക് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ കറക്റ്റ് ഡോസേജ് കറക്റ്റ് ടൈമിൽ, മോർണിംഗും അത് 3 ടൈംസ് ഡേ ആണെന്നുണ്ടെങ്കിൽ, അതായത് 3 ടൈംസ് ഡേ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യസമയത്ത് തന്നെ എടുക്കണം. ഇപ്പോൾ ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഇൻ്റർവെല്ലിൽ ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് അത് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമ്മൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷന് നമ്മൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾക്ക് ഒരു 48 അവേഴ്സിന് മാക്സിമം 48 അവേഴ്സൊക്കെ ആകുമ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യാൻ തുടങ്ങും അല്ലേ? അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നിയാലും
അത് കംപ്ലീറ്റ് ആകുന്നത് വരെ നിങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിക്കുക. പിന്നെ അലർജീസ് ഇപ്പം ഈ അലർജീസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾക്ക് ഏതെങ്കിലും പെനിസിലിൻ അലർജീസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും പെനിസിലിൻ അമോക്സിസിലിനൊക്കെ പെനിസിലിനാണ്, അങ്ങനെയുള്ളതൊന്നും എടുക്കാൻ പറ്റിയല്ല. ഇപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾക്ക് എന്തേലും വരുമ്പോഴത്തേ നമ്മൾ ഡോക്ടറെ പോയി കാണണം. ഇതിപ്പോൾ ചെറിയ കാര്യങ്ങൾ, പനിയും തലവേദനയോ അല്ലെന്നുണ്ടെങ്കിൽ ജലദോഷമൊക്കെ നമുക്ക് ഫാർമസിയിൽ നിന്ന് നമുക്ക് മരുന്ന് മേടിക്കാം, അവർ തരും. അപ്പം അത് ചെല്ലുമ്പോഴത്തേക്കിനും അവരത് നോക്കിയിട്ട് പറയും നിങ്ങൾക്കത് ഓക്കെ. ഇപ്പം എന്തെങ്കിലും വേറെ ചെസ്റ്റ് ഇൻഫെക്ഷൻ്റെ ഒരു ഇതാണെന്നെങ്കിൽ ഉണ്ടെങ്കിൽ അവർ പറയും GPനെ കാണേ ആൻറ്റിബയോട്ടിക് വേണ്ടി വരുമെന്ന് പറയും. ഇപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇത് വൈറലാണെന്നുണ്ടെങ്കിൽ അവരതും പറയും ഇത് വൈറലാണ്, ഇതിൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. പിന്നെ ചിലർ വിചാരിക്കും നമ്മൾ ഇപ്പം ഞാൻ അമോക്സിസിലിൻ എടുത്ത് എനിക്ക് ഓക്കെ ആയി, അപ്പം അതുകൊണ്ട് വേറൊരാൾക്ക് ഞാനത് സജസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾക്കറിയത്തില്ലല്ലോ ഇപ്പം മറ്റൊരാൾക്ക് അതിൻ്റെ അലർജീസ് ഉണ്ടോ, അപ്പം അവർക്കത് എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്കത് വർക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് വേറൊരാൾക്ക് അത് വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാവരുടെയും ശരീരഘടന വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആർക്കും ആൻറ്റിബയോട്ടിക് നിങ്ങൾ നിർദ്ദേശിക്കാൻ പാടില്ല. പിന്നെ ചിലർ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നത്. അപ്പം ഒരു ലേഡി അവർക്ക് ഒരു 3 വീക്സിന് മുന്നേ അവർക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തു. അതായത് അമോക്സിസിലിൻ്റെ 2 ബോട്ടിലാണ് കൊടുത്തത്. 200 ml കൊടുത്തിട്ട് പറഞ്ഞു 10 ഡേയ്സ് എടുക്കാൻ പറഞ്ഞു. പുള്ളി അതൊരു 3 ഡേയ്സ് എടുത്തു. 3 ഡേയ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് ബെറ്ററായി. പക്ഷെ പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി മറന്നുപോയി, ആ കാര്യമേ അങ്ങ് മറന്നുപോയി. പിന്നെ ഒരു ദിവസം എടുത്തു, പിന്നെയും മറന്നുപോയി. പിന്നെയും വിളിച്ചേക്കുന്നതാണ് ചോദിക്കാനായിട്ട്. ഇപ്പം എനിക്ക് 10 ദിവസം പറഞ്ഞതാണ്. ഇപ്പം 3 വീക്സ് ഓൾറെഡി 3 ആഴ്ചയ്ക്ക് മേളിലായി. പിന്നെ ഒരു ബോട്ടിലും കൂടി ഉണ്ട് പുള്ളിക്ക്. അന്നേരപ്പോഴത്തേനും പുള്ളി എന്താ മരുന്ന് കഴിച്ചതെന്ന് അറിയത്തില്ല. അപ്പം എന്നോട് ചോദിക്കുന്നതാണ് ഞാനത് ആൻറ്റിബയോട്ടിക് എടുത്തോട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഇത്രയും ദിവസമായില്ലേ, അപ്പം അതുകൊണ്ട് അറിയത്തില്ല കാരണം അത് വർക്ക് ചെയ്യുമെന്ന്. പക്ഷേ എടുത്തോളാൻ പറഞ്ഞു, അത് കംപ്ലീറ്റ് അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കേ അതെങ്ങനെയുണ്ടെന്ന്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വരുമ്പോഴത്തേക്കിന് നമ്മൾ നോക്കണം നമ്മുടെ ആ മെഡിസിനൊക്കെ ഇൻ ഡേറ്റ്സ് ആണോ എന്നൊക്കെ, എക്സ്പയറി വല്ലതും ആയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. അന്നേരം ഇപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഇവരോട് ഇത്രയും വയ്യാഞ്ഞിട്ടല്ലേ അവർക്ക് കൊടുത്തത് ആൻറ്റിബയോട്ടിക്. അന്നേരപ്പോഴത്തേന് 2 ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോൾ മറന്നുപോയി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ടോ? അപ്പം എല്ലാവർക്കും മറവിയുണ്ട് ഇല്ലേ. ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിസിനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അലാം വെക്കുവേ, റെഗുലറായിട്ടുള്ളതല്ലെന്നുണ്ടെങ്കിൽ അലാം വെക്കും. കാരണം ചിലപ്പോൾ നമ്മുടെ തിരക്കിനിടയിലൊക്കെ മറന്നു പോകും. ഇപ്പം ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നവരങ്ങനെ അലാമൊക്കെ വെച്ചിട്ട് അത് കറക്റ്റ് ഡോസായിട്ട് എടുത്തു പോകുക. പിന്നെ ചിലർ ഈ പകുതിക്ക് വെച്ചിട്ട് ഇത് നിർത്തിയിട്ട്, അതായത് ബെറ്റർ ആകുമ്പോഴത്തേനും നിർത്തിയിട്ട് അതവിടെ സേവ് ചെയ്ത് വെക്കും, അത് പിന്നെ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും വരുമ്പോൾ കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെയും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ലെഫ്റ്റ് ഓവർ വരുന്നത് നമ്മൾ അത് കളയുക, നമ്മൾക്കത് എന്താ പറയുന്നത് പിന്നത്തേക്ക് അത് കഴിക്കാനായിട്ട് നമ്മളത് വെക്കരുത്. അപ്പം എന്താ പറയുന്നത്, നമ്മൾ ഏത് മെഡിസിൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുമ്പം ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കഴിക്കുക. അപ്പം എന്താ പറയുന്നത്, ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊണ്ടുവരാതെയൊക്കെ നോക്കുക. കാരണം ഇവിടെ നമ്മൾക്ക് ഇപ്പം അത്യാവശ്യത്തിനൊക്കെ നമ്മൾക്ക് ഈ ഫാർമസി ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് മെഡിസിൻ കിട്ടും. ഇപ്പോൾ ഡോക്ടറെ അടുക്കൽ ചെന്നിട്ട് അത് ഡെഫിനറ്റായിട്ട് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, വെറുതെ ആൻറ്റിബയോട്ടിക് മേടിച്ച് കഴിച്ച് നമ്മുടെ ഉള്ള ആരോഗ്യം കൂടെ നശിപ്പിക്കല്ലേ. കാരണം നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് നമ്മൾ ആവശ്യമില്ലാതെ കഴിക്കുമ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു നമ്മൾ പ്രതിരോധ ശേഷിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് കഴിവതും നിങ്ങളങ്ങനെ കഴിക്കാതിരിക്കാൻ നോക്കുക. ഇപ്പം ഇവിടെ UK-യിലാണെന്നുണ്ടെങ്കിലും കൊള്ളാം, നാട്ടിലാണെന്നുണ്ടെങ്കിലും കൊള്ളാം, നിങ്ങളത് അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കരുത്. ഒരു റിയൽ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കിന് നമുക്ക് ആൻറ്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടി അത് ബുദ്ധിമുട്ട് വരും. അപ്പം അതുകൊണ്ട് ഞാനിവിടെ നിർത്തുവാണേ. അപ്പം വൈറൽ ഇൻഫെക്ഷന് നമുക്ക് ആൻറ്റിബയോട്ടിക് വേണ്ട, അത് ഒരു തരത്തിലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ബാക്ടീരിയൽ ഇൻഫെക്ഷന് മാത്രമേ നമ്മൾക്ക് ആൻറ്റിബയോട്ടിക് മതി കേട്ടോ. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടേ. അപ്പോൾ ശരിയെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.